കുളിക്കാൻ പോകുമ്പോ തോഴികൾ കൂടെ കൊണ്ടുപോകുമായിരുന്നു. ആസിയാ ബീവി റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ ഉറങ്ങണമെങ്കിൽ വെഞ്ചാമരം വീശി കൊടുക്കാൻ തോഴികൾ ഉണ്ടായിരുന്നു. എന്തേ ആസിയാ നിനക്ക് ആവശ്യമുള്ളത്? ഈ ദുനിയാവിൽ ആവശ്യപ്പെടുന്നത് മുഴുവനും കൊണ്ടു കൊടുക്കാൻ കഴിവുള്ള പ്രിയപ്പെട്ടവനായിരുന്നു. ശരീരം നിറച്ച് സ്വർണ്ണാഭരണങ്ങൾ ഇട്ടുകൊണ്ട് നടക്കാൻ കഴിവുള്ള പെണ്ണായിരുന്നു. ജീവിതത്തിൽ രണ്ടത്താണിയിലെ പൊന്നുമോളെ ഒരു ചെറിയ സൗഭാഗ്യം കിട്ടുമ്പോ അറിയാതെ പടച്ചവനെ കൈവിട്ടു പോകുന്ന മോളെ, ആഡംബരദാഹിയായ ഭർത്താവിനെ കിട്ടിയപ്പോ ഇന്നലെ വരെ കിടന്ന സുജൂദിന്റെ സുഗന്ധം മറന്നുപോയ മലബാറിന്റെ പൊന്നുമോളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്റെ ഹൃദയത്തിനകത്ത് നിന്ന് ഇറക്കി വിടാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു മോളെ? ആ ഹൃദയത്തിനകത്ത് ആരൊക്കെ സ്ഥാനം പിടിച്ചു പോയി മോളെ? ആസിയാ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞല്ലോ, അല്ലാഹുവിലേക്ക് ആസിയാ ബീവി കടന്നുപോയപ്പോ ശരീരത്തിന്റെ വസ്ത്രം മുഴുവനും മാറ്റി സൂര്യതാപമേറ്റ് കനൽക്കട്ട പോലെ തിളങ്ങുന്ന മരുഭൂമിയുടെ മണൽക്കുറ്റുകൾക്ക് മുകളിൽ ആസിയാ ബീവി റളിയല്ലാഹു തആല അൻഹയെ നഗ്നയായി കിടത്തിയിട്ട് ഇരുമ്പ് പഴുപ്പിച്ച് കിടത്തി മറുഭാഗത്തിലൂടെ വലിച്ചൂരിയെടുത്ത് ശരീരം ഗന്ധം പുറത്ത് നിൽക്കുന്നവര് ആസ്വദിക്കുമാർ രീതിയിലും ഭീതിയിലും കഷ്ടപ്പെടുത്തുമ്പോ ആസിയാ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അവര് ചോദിച്ചു, ആസിയാ, രാജകുമാരിയെ പോലെ കൊട്ടാരത്തിൽ വാഴേണ്ട ആസിയാ, റാണിയെ പോലെ സുഖലോലുപതയിൽ മുഴുകിക്കിടക്കേണ്ട ആസിയാ, ഇന്നെന്തു പറ്റിപ്പോയി ആസിയാ? എന്തേ നീ ഇങ്ങനെ ആർക്കോ വേണ്ടിയിട്ട് നിന്റെ ജീവിതം തുലച്ചു കളയുന്നതെന്ന് പറഞ്ഞപ്പോ ആസിയാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആർക്കോ വേണ്ടിയല്ല, എന്റെ ഹൃദയം നിറച്ച് അല്ലാ, എന്റെ ഹൃദയം നിറച്ച് അല്ലാ. ആ ഒരു വാക്ക് പറയുമ്പോഴുണ്ടാകുന്ന ഹൃദയത്തിന്റെ അലങ്കാരമുണ്ടല്ലോ, ആ അലങ്കാരവും ആവേശവും ആത്മാർത്ഥതയുമാണ് ഇന്നെന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ടാണ് മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ആ പള്ളിക്കകത്ത് കൂടിയ മുഴുവൻ ആളുകളോടും പറഞ്ഞുകൊടുത്തു, ആ ഹൃദയം നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് മോശമായാൽ ശരീരം മുഴുവനും മോശമായി. അവിടെയാണ് ആദ്യം നന്നാവേണ്ടത്. അവിടെ നന്നായാൽ മാഷാ അല്ലാഹ് പിന്നെ നമുക്ക് പരാജയം ഉണ്ടാവില്ല, ഉറപ്പാണ് സഹോദരങ്ങൾ. അതിന് കുറച്ച് അലക്കി മെരുക്കി കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇപ്പൊ പളുങ്ക് പോലെ തിളങ്ങും നമ്മുടെ ഹൃദയം, മുത്തുപോലെ വെട്ടിത്തിളങ്ങും. അള്ളാഹു അതിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും.